ഹായ് മക്കളെ, അപ്പൊ നമ്മള് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളിന്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെ ആ എലമെന്റ് ഉൾപ്പെടുന്ന ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എങ്കിൽ നമുക്ക് പോയാലോ. അപ്പോ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ബ്ലോക്ക് എന്ന് പഠിക്കണം, അല്ലെ? 9ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചതില് പീരീഡിനെ കുറിച്ചും ഗ്രൂപ്പിനെ കുറിച്ചും മാത്രമാണ് പഠിച്ചത്. എങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സാറെ കാണിച്ചോളൂ. നമ്മള് പീരിയോഡിക് ടേബിളില് നമ്മള് 4 ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 4 ബ്ലോക്ക് ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്, അല്ലെ? അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകളെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. അതായത് എസ് ബ്ലോക്കിലുള്ള ഏത് എലമെന്റ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലായിരിക്കും. അത് 1s-ലാവാം, 2s-ലാവാം, 3s-ലാവാം, 4s-ലാവാം, 5s-ലോ ഏത് വേണേലും ആവാം. പക്ഷേ എന്തിലായിരിക്കും? എസ് സബ്ഷെല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതുപോലെ തന്നെ 13 മുതൽ 18 വരെ, അല്ലെ, ഗ്രൂപ്പ് 13 to 18 വരെയുള്ള ഏത് എലമെന്റ് നിങ്ങൾ എടുത്തോളൂ, അതിന്റെ സബ്ഷെൽ എഴുതുമ്പോൾ നമുക്ക് അവസാനത്തെ ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലായിരിക്കും. അതുകൊണ്ട് അതിനെ പി ബ്ലോക്ക് എന്നും, അതുപോലെ ഗ്രൂപ്പ് 3 to 12, അല്ലെ, നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് അവരെ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക്. ലാസ്റ്റ് ആരുണ്ട്? ലാന്തനോയിഡ്സ് ഉണ്ട്, ആക്ടിനോയിഡ്സ് ഉണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ആ പഠിച്ച 3 കാര്യങ്ങളാണ്. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ് ഉണ്ട്. ഇനി ഇപ്പോൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. പിടികിട്ടിയല്ലോ. എങ്കിൽ നമുക്ക് ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാണിച്ചോളൂ. ഇനി നമുക്ക് ഒരു എലമെന്റിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കിട്ടിയ എലമെന്റിന്റെ എന്ത് ചെയ്യണം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതണം, അല്ലെ? അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവസാനം ഏതിലാണോ ഇലക്ട്രോൺ കയറുന്നത്, ഏത് സബ്ഷെല്ലിലാണോ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്, അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ. എക്സാമ്പിൾ ഫസ്റ്റ് ബോറോൺ എടുത്തിട്ടുണ്ട്, അല്ലെ? ബോറോണിന്റെ സബ്ഷെൽ എഴുതുമ്പോൾ 1s2, 2s2, 2p1 ആണ് വരുന്നത്, അല്ലെ? അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് കയറുന്നത് എവിടെയാണ്? 2p അല്ലേ? എങ്കിൽ ആ എലമെന്റ് പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. പിടികിട്ടിയോ? അടുത്തത് നോക്കാം. സോഡിയം 11, അല്ലെ? എന്ത് വരും? 1s2, 2s2, 2p6, 3s1 ആണ്. സോറി, 3s1 ആണ്, അല്ലെ? അപ്പൊ അവസാനം ഇലക്ട്രോൺ വന്ന് കയറിയിരിക്കുന്നത് എസിലാണ്. അതുകൊണ്ട് ആരാണ്? അയാള് എസ് ബ്ലോക്കിലായിരിക്കും. നെക്സ്റ്റ് മാഗ്നീസ് Mn25 നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5 ആണ് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഡിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് അയാൾ എന്താണ്? ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. പിടികിട്ടിയോ? അതുപോലെ പീരിയോഡിക് ടേബിളിൽ ഏത് എലമെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് എന്ത് ചെയ്യാം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. അവസാനം എസിലാണെങ്കിൽ എസ് ബ്ലോക്ക്, പിയിലാണെങ്കിൽ പി ബ്ലോക്ക്, ഡിയിലാണെങ്കിൽ ഡി ബ്ലോക്ക്, എഫിലാണെങ്കിൽ എഫ് ബ്ലോക്ക്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്ത് ഏത് സബ്ഷെല്ലിലാണെന്ന് നോക്കിയാൽ മാത്രം മതിയാവും. ഒരാളുടെ കേസിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അയാൾ മറ്റാരുമല്ല, നമ്മളുടെ ഹീലിയമാണ്. ഹീലിയത്തിന് നമ്മൾ 1s2 ആണ് വരുന്നത്, പക്ഷേ നമ്മൾ എസ് ബ്ലോക്ക് ആണ് വരുന്നതും. പക്ഷെ അയാള് ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. ബാക്കി ഒറ്റ എലമെന്റിന്റെ കേസിലും ഈ പറഞ്ഞ പ്രശ്നം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റ് കിട്ടിയാൽ അതിന്റെ ബ്ലോക്ക് കണ്ടെത്തുന്ന രീതി. ഓക്കെ, ഇനി ബ്ലോക്ക് മാത്രമല്ല, ഇതുപോലെ സബ്ഷെൽ എഴുതി നമുക്ക് അത് ഏത് പീരീഡിലാണ്, നമുക്ക് പീരിയോഡിക് ടേബിളില് 7 പീരീഡ് ഉണ്ട്, അല്ലെ? എത്രാമത്തെ പീരീഡിലാണെന്ന് കണ്ടെത്താനും ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. എങ്കിൽ നോക്കാം എങ്ങനെയാണ് നമ്മൾ പീരീഡ് കണ്ടെത്തുന്നത്. സാറേ കാണിച്ചോളൂ. എങ്ങനെയാണ് നമ്മൾ
പീരീഡ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരീഡ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ആദ്യം തന്നെ എഴുതാം. ഓക്കെ, സാറേ കാണിച്ചോളൂ. അപ്പോ Mg ഉണ്ട്, ഹീലിയം ഉണ്ട് അല്ലെ. Mgയുടെ 1s2 2s2 2p6 3s2 അല്ലെ. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഓരോ സബ്ഷെല്ലിന്റെയും തൊട്ടു മുന്നിലായിട്ട് അവരുടെ ഷെൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെ. 1s 2s 2p അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന ഏറ്റവും വലിയ ഷെൽ നമ്പർ എത്രയാണോ അതായിരിക്കും അയാൾ ഉൾപ്പെടുന്ന പീരീഡിന്റെ നമ്പർ. ഇപ്പോ മെഗ്നീഷ്യം നോക്കുകയാണെങ്കിൽ അവിടെ 1s ഉണ്ട്, 2s ഉണ്ട്, 3s ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 അല്ലേ, അയാള് തേർഡ് പീരീഡ് ആയിരിക്കും. പിടികിട്ടിയോ? എങ്കിൽ നമുക്ക് ഹീലിയം നോക്കാം. ഹീലിയം എന്താണ്? 1s2 ആണ്. ഓക്കെ, ആകെ വലുതും ചെറുതുമായിട്ട് അയാൾക്ക് എത്രണ്ണേ ഉള്ളൂ? ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അയാള് ഒന്നാം പീരീഡിലായിരിക്കും. ഓക്കെ, എങ്കിൽ നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നോക്കിയാലോ. ഓക്കെ, ഇനി നോക്കാം ക്രോമിയം. ഓക്കെ, ക്രോമിയം വരുന്നത് എന്താണ്? 1s2 2s2 2p6 3s2 3p6 4s2 3d5. ലാസ്റ്റ് 3 ആണെങ്കിലും ഏറ്റവും വലുത് 4 അല്ലേ. അപ്പൊ അയാൾ എന്തായിരിക്കും? ഫോർത്ത് പീരീഡ് ആയിരിക്കും. എങ്കിൽ നമുക്ക് മാഗ്നീഷ്യം നോക്കിയാലോ. എന്താണ്? 1s2 2s2 2p6 3s2. ഏറ്റവും വലുത് എന്താ? 3 അല്ലേ. അപ്പൊ അയാൾ എന്തായിരിക്കും? തേർഡ് ഷെൽ ആയിരിക്കും. പിടികിട്ടിയോ? പിടികിട്ടിയോ? എങ്കിൽ നെക്സ്റ്റ് കാണിച്ചോളൂ. ഓക്കെ, ഹീലിയം ഒന്നുകൂടി വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? അയാള് ഫസ്റ്റ് പീരീഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഓക്സിജൻ നോക്കാം അല്ലെ. ഓക്സിജൻ എന്ത് വരും? 1s2 2s2 2p4 അല്ലെ. ഏറ്റവും വലുത് 2 അല്ലെ. അയാൾ എന്തായിരിക്കും? സെക്കൻഡ് പീരീഡ് ആണ്. ഒരെണ്ണം കൂടി നോക്കാം, സാറേ കാണിച്ചോളൂ. അടുത്തത് വനേഡിയം. എന്താണ്? വനേഡിയം. വനേഡിയം നോക്കുമ്പോൾ നോക്കാം 1s2 2s2 2p6 3s2 3p6 4s2 3d3. അവസാനം വന്നിരിക്കുന്നത് 3d3 ആണെങ്കിലും ഏറ്റവും വലിയ ഷെൽ നമ്പർ അവിടെ 4s വന്നിട്ടില്ലേ. അപ്പോ അയാള് നാലാമത്തെ പീരീഡിലായിരിക്കും. പിടികിട്ടിയോ? അപ്പൊ ഏത് എലമെന്റ് നിങ്ങൾക്ക് തന്നിട്ട് പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അത് എഴുതിയതിനു ശേഷം ഏറ്റവും വലിയ ഷെൽ നമ്പർ എത്രയാണെന്ന് നോക്കുക. അതായിരിക്കും അതിന്റെ അല്ലെങ്കിൽ ആ എലമെന്റ് ഉൾപ്പെടുന്ന പീരീഡിന്റെ നമ്പർ. പിടികിട്ടിയോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പീരീഡ് കണ്ടെത്തുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് കണ്ടെത്തുന്ന രീതിയാണ്. ഓക്കെ, പക്ഷേ ബ്ലോക്ക് കാണാനും പീരീഡ് കാണാനും ഒരൊറ്റ മെത്തേഡ് നമുക്ക് ഉണ്ടായുള്ളൂ. പക്ഷേ പീരീഡ് കണ്ടെത്താനായിട്ട് നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ഓക്കെ, എസ് ബ്ലോക്കിന് ഒരു മെത്തേഡ്, പി ബ്ലോക്കിന് മറ്റൊരു മെത്തേഡ്, ഡി ബ്ലോക്കിന് മറ്റൊരു മെത്തേഡ്, എഫ് ബ്ലോക്കിന് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എസ് ബ്ലോക്ക് അല്ലെ, ഒരു എലമെന്റ് എസ് ബ്ലോക്ക് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ലാസ്റ്റ് എസിലാണോ ഇലക്ട്രോൺ എന്ന് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ എസ് ബ്ലോക്കിലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അവസാനം വരുന്നത് എസില് എന്താണ്? 1 അല്ലെങ്കിൽ 2 ആയിരിക്കും അല്ലെ. സബ്ഷെൽ ഏരിയ അവസാനം എസിൽ വന്നാല് ഒന്നല്ലെങ്കിൽ എസിൽ 1 വരാം, അല്ലെങ്കിൽ എസിൽ എന്ത് വരാം? 2 വരാം അല്ലെ. 1 ആണെങ്കിൽ അയാള് ഒന്നാം ഗ്രൂപ്പ് ആയിരിക്കും. ലാസ്റ്റത്തെ എസിൽ 2 ആണെങ്കിൽ അയാള് രണ്ടാമത്തെ ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, അപ്പോ കുറച്ച് പേർക്ക് എക്സാമ്പിൾ കൂടി വേണം തോന്നുന്നു, കാണിച്ചു തരാം. സാറേ കുറച്ച് എക്സാമ്പിൾ കാണിച്ചോളൂ. ഓക്കെ, ഇവിടെ നോക്കാം. ഞാൻ ഇവിടെ സോഡിയം എടുത്തിട്ടുണ്ട്, മെഗ്നീഷ്യം എടുത്തിട്ടുണ്ട്, ഹൈഡ്രജൻ എടുത്തിട്ടുണ്ട്, പൊട്ടാഷ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. സോഡിയം സബ്ഷെൽ എഴുതി ലാസ്റ്റ് വരുന്നത് 3s1 അല്ലേ അല്ലെ. എസിൽ 1 ഉള്ളൂ. അപ്പോ അയാൾ എന്താണ്? ഒന്നാം ഗ്രൂപ്പ് ആണ്. പിടികിട്ടിയോ? അടുത്ത മെഗ്നീഷ്യം ആണെങ്കിൽ എഴുതി ലാസ്റ്റ് 3s2 വന്നില്ലേ. അപ്പൊ എസിൽ 2 അല്ലേ. അപ്പോ അയാള് സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. പിടികിട്ടിയോ? ഇനി വീണ്ടും നമുക്ക് ആരാണ്? ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ 1s1 ആണ് അല്ലെ. അപ്പൊ എസിൽ 1 ആണുള്ളത്, അയാള് ഒന്നാം ഗ്രൂപ്പ്. അടുത്ത പൊട്ടാഷ്യം എന്താണ്? 1s2 2s2 2p6 3s2 3p6 4s1 വന്നു അല്ലെ. അവസാനത്തെ എസിൽ 1 അല്ലേ.
അപ്പൊ അയാളും എന്താണ് ഒന്നാമത്തെ ഗ്രൂപ്പിലാണ്. പിടികിട്ടിയോ? അപ്പോ ഇങ്ങനെയാണ് എസ് ബ്ലോക്ക് എലമെന്റുകളുടെ എന്ത് കണ്ടെത്തുന്നത്, അവരുൾപ്പെടുന്ന ഗ്രൂപ്പ് കണ്ടെത്തുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടെത്താൻ പഠിക്കാം. ഓക്കെ, പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടെത്താനായിട്ട് നമ്മൾക്ക് എസ് ബ്ലോക്ക് പോലെ തന്നെയാണ്, പക്ഷെ അതിനോടൊപ്പം ഒരു ചെറിയ മാറ്റമുണ്ട്. ഇവിടെ നമ്മൾ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണോ ഉള്ളത് അതിനോടൊപ്പം നമ്മൾ 12 ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു എലമെന്റ് എഴുതി അവസാനം കിട്ടുന്നത് പി ആണെങ്കിൽ ഉറപ്പിക്കാം അതെന്താണ്, ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ അവസാനത്തെ പിയിൽ 1 മുതൽ 6 വരെ ഇലക്ട്രോൺ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയാണോ ആ പിയിലുള്ളത് അതിനോടൊപ്പം എന്ത് ചെയ്യണം, 12 ആഡ് ചെയ്യണം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് ബോറോൺ. സാറേ കാണിച്ചോളൂ. ബോറോൺ അല്ലെ, ബോറോൺ 1s2 2s2 2p1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അവസാനത്തെ പിയിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളത്, അതിനോടൊപ്പം 12 കൂട്ടിയാൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്ര കിട്ടി, 13 കിട്ടുന്നതാണ്. പിടികിട്ടിയോ? എങ്കിൽ അടുത്തത് നോക്കിയേ, നമ്മുടെ നിയോൺ അല്ലെ. നിയോൺ 1s2 2s2 2p6 ആണ്. അവസാനത്തെ പിയിൽ 6 ഇലക്ട്രോൺ ഉണ്ട്, അതിനോടൊപ്പം 12 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 18 കിട്ടുന്നതാണ്. പിടികിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ഓരോന്ന് നോക്കാം. ക്ലോറിൻ അല്ലെ, ക്ലോറിൻ 1s2 2s2 2p6 3s2 3p5 വരും അല്ലെ. അപ്പൊ പിയിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അയാളുടെ ഗ്രൂപ്പ് കാണാനായി അതിനോടൊപ്പം എത്ര കൂട്ടണം, 12 കൂട്ടണം, അഥവാ 12 ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടി, 17 കിട്ടി. അപ്പൊ എന്ത് മനസ്സിലാക്കാം, പി ബ്ലോക്ക് എലമെന്റ്സുകളുടെ ഗ്രൂപ്പ് കണ്ടെത്താനായി അവസാനത്തെ പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണോ അതിനോടൊപ്പം 12 അഥവാ 12 കൂട്ടണം. അപ്പോൾ കിട്ടുന്നതായിരിക്കും പി ബ്ലോക്കുകളുടെ ഗ്രൂപ്പ് നമ്പർ. പിടികിട്ടിയോ? ഓക്കെ, എങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ബ്ലോക്ക് കൂടിയുണ്ട്. സാറേ കാണിച്ചോളൂ. മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കാണുന്നു എന്ന് പഠിക്കാം. ഓക്കെ, ഒരു കാര്യം, നമ്മൾ ഏത് ഡി ബ്ലോക്ക് എലമെന്റ് സബ്ഷെൽ എഴുതി കഴിഞ്ഞാലും നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, എപ്പോഴും അവസാനം ഡി ആണെങ്കിൽ തൊട്ട് മുന്നേ എപ്പോഴും ഉണ്ടാവും, ഒരു എസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്കിന്റെ സബ്ഷെൽ എഴുതുമ്പോൾ അവസാനം ഡിയും തൊട്ട് മുന്നേ എസ് സബ്ഷെല്ലായിരിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അവസാനത്തെ എസിലെയും ഡിയിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ നമ്പർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ നോക്കാം നമുക്ക്. സാറേ കാണിച്ചോളൂ. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, വനേഡിയം 23 അല്ലെ. വനേഡിയത്തിന് സബ്ഷെൽ എഴുതുമ്പോൾ അവസാനം 4s2 3d3 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അവസാനം എസിൽ 2 ഉണ്ട്, ഡിയിൽ 3 ഉണ്ട്. ഓക്കെ, അപ്പോ ആ 2ഉം 3യും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വനേഡിയം. അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്, 5 ആണ്. ഓക്കെ, അടുത്ത മാഗ്നീസ് നോക്കാം. Mn25 അല്ലെ. ലാസ്റ്റ് സബ്ഷെൽ എഴുതി അവസാനം വരും 4s2 3d5 വരും അല്ലെ. അപ്പോ രണ്ടിലുമുള്ള ആ എസിലെയും ഡിയിലെയും ഇലക്ട്രോൺ 2+5 ഏഴാമത്തെ ഗ്രൂപ്പിലാണ്. ഓക്കെ, ഒരെണ്ണം കൂടി നോക്കാം. കോപ്പർ 29 അല്ലെ. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കോപ്പർ എഴുതുമ്പോൾ എന്താക്കണം, 4s1 3d10 എന്നാക്കിക്കൊള്ളണം. ഓക്കെ, അപ്പൊ 1ഉം 10ഉം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് 11th ഗ്രൂപ്പ് എന്ന് കിട്ടും. പിടികിട്ടിയോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടെത്താനായി ചെയ്യേണ്ട കാര്യം, അവസാനത്തെ ഡിയിലെയും തൊട്ടു മുന്നത്തെ എസിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടണം. പിടികിട്ടിയോ? അപ്പോ ഈ വീഡിയോയിൽ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, എങ്ങനെ ബ്ലോക്ക് കണ്ടെത്താം. ഓക്കെ, ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സബ്ഷെൽ എഴുതി അവസാനം ഏത് സബ്ഷെല്ലിലാണോ ഇലക്ട്രോൺ കയറുന്നത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്നും, സബ്ഷെൽ എഴുതി ഏറ്റവും വലിയ പീരീഡ് എന്താണോ, ഷെൽ നമ്പർ എത്രയാണോ അതായിരിക്കും പീരീഡ് എന്നും, പിന്നെ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഡി ബ്ലോക്കിന്റെയും ഗ്രൂപ്പ് കണ്ടെത്താനുള്ള മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സബ്ഷെല്ലിന്റെ ഷോർട്ട് ഫോം എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ സാർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.